ഹലോ ഫാമിലി, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? മഴയൊക്കെ പെയ്തോ? ഇന്ന് ഫാദേഴ്സ് ഡേ പ്രമാണിച്ചിട്ട് ഇന്ന് പപ്സ് ഉണ്ടാക്കാമെന്ന് കരുതി. ഓൾറെഡി ഞങ്ങൾ ഷീറ്റൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മസാലയായിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ചേർത്തിട്ടാണ് മസാല റെഡിയാക്കിയത്. പിന്നെ ചിക്കനും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ചിക്കൻ വേവിക്കുമ്പം ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കൂട്ടി അങ്ങനെ വേവിച്ചെടുത്താൽ മതി. മമ്മി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മമ്മി മസാലയൊക്കെ ഉണ്ടാക്കി വേവിച്ചെടുത്തു. പിന്നെ അതിനോട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഷീറ്റിൻ്റെ അകത്തേക്ക് വെച്ചു. ഈ ഷീറ്റിൻ്റെ ഇവിടെ 250 രൂപയാണ്. അപ്പം നിങ്ങളുടെ അവിടെ ഈ ഷീറ്റിന് എത്ര രൂപയാണെന്ന് പറയണം കേട്ടോ. 10 ഷീറ്റ് 250 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് നോർമലി ഒരു കടയിൽ നിന്ന് നമ്മളൊരു പപ്സ് വാങ്ങിച്ച് കഴിക്കുമ്പം 15 രൂപ 15 രൂപയാണ് ആകുന്നത്. അപ്പം ഇത് നമുക്ക് നഷ്ടമാണ്. പിന്നെ എന്തായാലും നമ്മൾ പപ്സ് ഉണ്ടാക്കി നോക്കാമെന്ന് തന്നെ കരുതി. പിന്നെ മുട്ടയുടെ മഞ്ഞയാണ് തൂകുന്നത്. അപ്പോൾ അത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഇങ്ങനെയും ചെയ്തു, പാനിലും വെച്ചിട്ട് ഉണ്ടാക്കി നോക്കി കേട്ടോ. ഏതാ നല്ലതായിട്ടിരിക്കുന്നതെന്ന് അറിയാനായിട്ട് എയർ ഫ്രയറിലും വെച്ചുണ്ടാക്കി, പാനിലും സാധാരണ രീതിയിൽ ഉണ്ടാക്കി നോക്കി. പക്ഷേ കുറച്ചുകൂടി കറക്റ്റായിട്ട് കിട്ടുന്നത് കുക്കറിൽ വെക്കുമ്പോഴേക്കും കുറച്ചുകൂടി കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം എയർ ഫ്രയർ ഒന്നും ഇല്ലാത്തവർ കുക്കറിൽ വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ 4 എയർ ഫ്രയറിനകത്ത് 1 അല്ലാതെ ഉണ്ടാക്കി നോക്കി. 200 ഡിഗ്രി ടെമ്പറേച്ചറും 15 മിനിറ്റുമായിരുന്നു കൊടുത്തിരുന്നത്. അപ്പം കറക്റ്റായിട്ട് കിട്ടി. നമ്മുടെ പപ്സ് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടി. ആദ്യം ടേസ്റ്റ് ചെയ്യാനായിട്ട് പപ്പായ്ക്കാണേ കൊടുത്തിരുന്നത്. അപ്പം പപ്പ കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാലയാണെങ്കിലും കൊള്ളായിരുന്നു. മമ്മി പിന്നെ എല്ലാം അടിപൊളിയായിട്ട് വെക്കും. അങ്ങനെ മസാലയാണെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടായിരുന്നു പപ്സ് ഇരുന്നത്. ഈ പൂ പോലിരിക്കുന്ന, വിടർന്ന് പൂ പോലിരിക്കുന്ന പപ്സാണ് ഞാൻ എടുത്തത്. ക്രിസ്പി ആയിട്ടുള്ള പപ്സായിരുന്നു. പിന്നെ ചായയും ഉണ്ടായിരുന്നു. ചായയും കുടിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്നത്തെ ഒരു സൺഡേ തീർന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതേപോലെ എന്തൊക്കെ പോരായ്മകളാണ് ഉള്ളതെന്നുണ്ടെങ്കിലും അതും പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ ഫാദേഴ്സ്. ബൈ.